ഗൈസ് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണ വിഭവങ്ങളിൽ ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒന്നാണ് കാ വരട്ടിയത്. അപ്പോൾ ഇന്നത്തെ സ്പെഷ്യൽ ഡിഷ് എന്ന് പറയുന്നത് കാ വരട്ടിയതാണ്. അപ്പോൾ നമുക്ക് നമ്മുടെ അടിപൊളിയായിട്ടുള്ള വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ല കിലുകില കുലുങ്ങുന്ന ഈ ഒരു ശർക്കര വരട്ടി എങ്ങനെയാണ് ഉണ്ടാക്കിയത് എന്നൊന്ന് നോക്കാം. അതിന് വേണ്ടിയിട്ട് നമ്മളിവിടെ ഒരു 500 ഗ്രാം, ഇത്ര കായ ഉണ്ടെങ്കിൽ നമ്മൾ ഇത്രയും എടുക്കുന്നില്ല, നമ്മളൊരു 500 ഗ്രാം കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിന് ഈ കാ നമ്മൾ നല്ല പച്ചക്കായാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ തലയും വാലുമൊക്കെ ഒന്ന് കട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഓരോന്നായിട്ട് പൊളിച്ചെടുത്ത് കൊണ്ടുവരാം കേട്ടോ. അപ്പോൾ ഈ കായ നമ്മൾ പൊളിച്ചിട്ട് നമ്മളിതിനെ നല്ലതുപോലെ കറ മാറുന്നതിന് വേണ്ടിയിട്ട് ഉപ്പും മഞ്ഞപ്പൊടിയും കൂടി ചേർത്ത വെള്ളത്തിൽ ഇട്ടിരുന്നാൽ മതി. ഒരു 15 മിനിറ്റ് ഇട്ടിരുന്നാൽ നമ്മുടെ കായിൽ ആവശ്യമായിട്ടുള്ള ഉപ്പും പിടിക്കും, മഞ്ഞൾപ്പൊടിയും പിടിക്കും. അതുപോലെ തന്നെ കായുടെ കറച്ചുവ ഒന്നും തന്നെ ഇല്ലാതെ വളരെ എളുപ്പത്തിൽ നല്ല കിലുങ്ങുന്ന ശർക്കര വരട്ടി നമുക്ക് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ ശർക്കര വരട്ടിക്ക് വേണ്ടിയിട്ടുള്ള കായ നമ്മൾ പൊളിച്ചു കൊണ്ടിരിക്കുകയാണ്. അതാണ് ഇത്ര ക്വാണ്ടിറ്റിയിൽ ഉള്ളത്. കാ വരട്ടി നമ്മൾ കുറച്ച് മാത്രമേ ഉണ്ടാക്കുന്നുള്ളൂ. ഒരു 400 ഗ്രാമിന് അടുപ്പിച്ചുള്ള കാ വരട്ടിയാണ് നമ്മൾ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ഉദ്ദേശിച്ചിരിക്കുന്നത്. അപ്പോൾ നമുക്ക് നമ്മുടെ കായ നല്ലതുപോലെ ഒരു കറയൊക്കെ കണ്ടോ, ഇങ്ങനെ ഇരിക്കുമ്പോഴും നമുക്ക് ആ കറയെല്ലാം പ്രത്യേകിച്ച് കണ്ടോ അതിലങ്ങ് പിടിച്ച് മാറി നമുക്ക് പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന വിധത്തിൽ നമ്മൾ ഇതിൽ ഇട്ട് വെച്ചിരുന്നാൽ വേഗം നമുക്ക് അത് എടുത്ത് മാറ്റാൻ സാധിക്കും. അപ്പോൾ ഇനി നമ്മൾ ചെയ്യാനുള്ളത്, നമ്മളിത് ആവശ്യത്തിന് ഇനി നമുക്ക് വേണ്ട എത്ര കായാണോ നമുക്ക് വരട്ടുന്നതിന് വേണ്ടത്, ആ ഒരു ശർക്കര വരട്ടുന്നതിന് വേണ്ട കായ നമ്മൾ ഒരേ അളവിൽ കട്ട് ചെയ്ത് എടുത്തതാണിത് കേട്ടോ. ഒരേ അളവിലാണ് നമ്മൾ കട്ട് ചെയ്തിരിക്കുന്നത്. ഇതേപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വളരെ എളുപ്പത്തിൽ ഇതിനെ നമുക്ക് ശർക്കര വരട്ടി ഒരേപോലെ ആണെങ്കിൽ എളുപ്പത്തിൽ നമുക്ക് വറുത്ത് കോരി അത് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റും. അപ്പോൾ നമ്മുടെ എണ്ണ തിളച്ച് വന്നിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു എണ്ണയിലേക്ക്
അതിലേക്ക് നമ്മൾ കായ കുറേശ്ശെ ഇട്ട് കൊടുക്കുക. കായ ചെറിയ തീയിൽ വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് കറുത്ത് പോകും, കരിഞ്ഞു പോകും. വേഗം പിന്നെ കായ്ക്ക് തീ കൂടുതലാവുമ്പം സൈഡ് അതിൻ്റെ പുറം മൂടിയൊക്കെ പെട്ടെന്നങ്ങ് പാകമാവും. പക്ഷേ ഉൾഭാഗം ആ ഒരു പച്ചപ്പിൽ തന്നെ ഇരിക്കും. അതുകൊണ്ട് നമ്മൾ ശ്രദ്ധിക്കണം. തീ കുറച്ച് വേണം നമ്മൾ ഇടാൻ വേണ്ടിയിട്ട്. എന്നാൽ മാത്രമേ എല്ലാ ഭാഗവും നമുക്ക് ഒരേപോലെ വറുത്ത് കോരിയെടുക്കാനായിട്ട് സാധിക്കുകയുള്ളൂ. അപ്പം നമ്മൾ ഇടയ്ക്ക് ഒന്ന് ഇളക്കി ഇട്ട് കൊടുത്താൽ മതിയാവും. അങ്ങനെ കൂടെ നമ്മൾ നിൽക്കണമെന്നോ ഒന്നുമില്ല. ഇതിന് വളരെ എളുപ്പത്തിൽ ഈസി ആയിട്ട് നമുക്ക് ചെയ്തെടുക്കാൻ പറ്റുന്ന, വീട്ടിലെ നല്ല അടിപൊളിയായിട്ട് ടേസ്റ്റോടു കൂടി ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു വിഭവമാണ് കാവരട്ടിയത് എന്ന് പറയുന്നത്. പല ആൾക്കാരും എളുപ്പത്തിന് വേണ്ടിയിട്ട് കടയിൽ നിന്നൊക്കെ വാങ്ങുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇപ്പോൾ ഏതെല്ലാം രീതിയിലുള്ള എണ്ണകളൊക്കെ ഉപയോഗിച്ചിട്ടാണ് അവർ ചെയ്തു തരുന്നതെന്ന് നമുക്കറിയത്തില്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് എല്ലാവരും അവരവരുടെ ആരോഗ്യം ഈ ഓണക്കാലമായിട്ട് ശ്രദ്ധിക്കുക. ഉത്സവ സീസണുകളിലാണ് കൂടുതലായിട്ട് മായം കലർന്ന നമ്മുടെ കായ നല്ലതുപോലെ കൂടുതലായിട്ട് പോകുന്നത്. അതുകൊണ്ട് ശ്രദ്ധിക്കുക. അപ്പൊ നമ്മുടെ കായ ആയിട്ടില്ല കേട്ടോ, ഉള്ളിൽ നല്ല പച്ചപ്പുണ്ട്. അപ്പൊ ഇനിയും നമ്മൾ ഇതിനെ അധികം ആയില്ലെങ്കിൽ തന്നെ നമ്മൾ വരുന്നത് വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. നമ്മുടെ ശർക്കര പാനിയിൽ വരട്ടി അതിന്റെ പാകത്തിന് കട്ടിയാകും. അപ്പോൾ കുറച്ചുകൂടെ നമുക്ക് ക്രിസ്പി കായൊക്കെ നല്ലതുപോലെ മൊരിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട് കേട്ടോ. നല്ല ക്രിസ്പി ആയിട്ട് വന്നിട്ടുണ്ട്. കണ്ടോ, നല്ല കളറൊക്കെ നല്ല ബ്രൗൺ കളറായി. കണ്ടോ, നല്ല കളർഫുള്ളായിട്ടാണ് നമുക്കിവിടെ കിട്ടിയിരിക്കുന്നത്. അപ്പോൾ ഇനി നമ്മളിത് വറുത്ത് കോരിയതിന് ശേഷം ഇനി ഇതിന് ഒക്കെ ചേർക്കുന്നതിനുള്ള മസാലക്കൂട്ട് നമുക്ക് തയ്യാറാക്കണം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് കുറച്ച് നല്ല ഐറ്റംസൊക്കെ നമ്മൾ ഇവിടെ എടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിന് വേണ്ടി ഇത് കോരിയെടുത്തതിന് ശേഷം അതിലേക്ക് ചേർക്കുന്നതിന് ആവശ്യമായിട്ടുള്ള ചുക്കും ഏലക്കയും ഒക്കെ നമുക്ക് ശരിയാക്കാം കേട്ടോ. അപ്പോൾ നമ്മുടെ കായ ഇവിടെ റെഡിയായി കഴിഞ്ഞിരിക്കുകയാണ്. ഇനി നമ്മൾ കായൊക്കെ നല്ല കിലുകിലുകില കേൾക്കുന്നത് കണ്ടോ, നല്ല കിലുകില കേൾക്കുന്നുണ്ട്. അപ്പോൾ കായൊന്ന് ആറട്ടെ. കുറച്ചൊന്ന് ആറുമ്പോൾ കുറച്ചുകൂടി ഒന്ന് മൊരിഞ്ഞ് വരും. അപ്പോൾ ആ സമയത്ത് നമുക്ക് നമ്മുടെ ശർക്കര പാനി തയ്യാറാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് നമുക്ക് കുറച്ച് കായേ ഉള്ളൂ. അതുകൊണ്ട് നമ്മൾ പഞ്ചസാരയും കൂടി ഇതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ ഒരു 150-200 ഗ്രാം അടുപ്പിച്ചിട്ടുള്ള ശർക്കരയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് കുറച്ച് വെള്ളം വീത്തി കൊടുക്കാം. ഇനി ഈ ശർക്കര ഒന്ന് കുറുകി വരട്ടെ. അപ്പോൾ അതുവരെ നമുക്ക് ഒന്ന് ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഈ സമയത്തെ നമുക്ക് വേറെ ചില പരിപാടികൾ കൂടി ഉണ്ട്. അപ്പോൾ നമുക്ക് ആ ചുക്ക് ഒന്ന് തല്ലി പൊട്ടിച്ചതിന് ശേഷം നമുക്ക് അതുകൂടി ഒന്ന് റെഡിയാക്കാവേ. അപ്പം നമ്മുടെ ചുക്കാണ് കേട്ടോ.
അപ്പോൾ ചുക്ക് നമ്മൾ പൊടിച്ചിട്ടുണ്ട്, മിക്സിയുടെ ജാറിൽ വെച്ചിട്ട് നമ്മൾ ചുക്കൊക്കെ പൊടിച്ച്. അപ്പോൾ ഇനി അതിലേക്ക് നമ്മൾ ചുക്ക് എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ കുറച്ച് നല്ല ജീരകം നമ്മൾ എടുത്തിട്ടുണ്ട് കേട്ടോ. ജീരകം എത്രത്തോളം ആവശ്യമുണ്ടോ അത്രത്തോളം നമ്മൾ എടുക്കുക. നല്ല ടേസ്റ്റാണ്, നല്ലതാണ്. അപ്പോൾ ഇനി നമ്മൾ കുറച്ച് ഒരു 3-4-5 കുരുമുളക് എടുത്തിട്ടുണ്ട്. ഇനി ഏലക്ക പൊടിച്ചതാണ് കേട്ടോ, ഏലക്കയും പഞ്ചസാരയും കൂടി ചേർത്തിട്ട് പൊടിച്ചതാണ്. അതുപോലെ തന്നെ നമ്മൾ നമ്മുടെ ഇനി മെയിനായിട്ടുള്ള ഐറ്റംസാണ് നമ്മൾ അതിൽ ചേർക്കുന്നത്. ഇത് നമ്മൾ പഞ്ചസാരയാണ് ചേർത്തത്. അപ്പോൾ ഈ പഞ്ചസാരയും ഇതെല്ലാം കൂടി ഇട്ട് നമുക്ക് ഇനി ഇതിനെ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാം. അപ്പോൾ നമ്മൾ ഇതിൽ ഒരു 1.5 സ്പൂണോളം അരി പൊടിച്ച വറുത്ത മാവ് കൂടി ചേർക്കുന്നുണ്ട്. 1.5 സ്പൂണ് മാവ് നമ്മളിതിൽ ചേർക്കുന്നുണ്ട്. അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് ഇതിനെ ഒന്നുകൂടി ഒന്ന് പൊടിച്ചെടുക്കാവേ. ആ കുരുമുളകും ആ ഒരു ചുക്കും എല്ലാം നല്ലതുപോലെ ഒന്ന് പൊടിയായിട്ട് വരട്ടെ. അപ്പം നമുക്ക് നമ്മുടെ ശർക്കര പാനി റെഡി ആയിട്ടുണ്ട്. നമ്മുടെ അതിലേക്ക് ഒന്ന് ഇട്ട് കൊടുക്കാം. എല്ലാം കൂടി നമുക്ക് നല്ലതുപോലെ ഒന്ന് വഴട്ടി എടുക്കാം കേട്ടോ. അപ്പോൾ ഇത് എല്ലാം കൂടി ആ ശർക്കരയിൽ കമന്ന് വീണ് കിടക്കുന്ന കണ്ടോ, എല്ലാവരും ശർക്കരയെ അങ്ങ് വിഴുങ്ങി എടുത്തു. അപ്പോൾ ഇനി ഇതിലോട്ട് നമ്മുടെ പൊടിച്ച് വെച്ചിരിക്കുന്ന പൊടിയൊന്ന് എടുത്തുകൊണ്ട് വരാം. നമുക്ക് ആ പൊടി മൊത്തത്തിലായിട്ട് ഇട്ട് കൊടുക്കാൻ പറ്റത്തില്ല. നമ്മൾ ആ പൊടി കുറേശ്ശെ ഈ ഒരു ശർക്കര പാനിയിലോട്ട് ഈ ഒരു ഉരുളിയിലോട്ട് നമുക്ക് കുറേശ്ശെ ആയിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. ഇപ്പോൾ തന്നെ നല്ല കട്ടി ആയിട്ടുണ്ട്. അപ്പോൾ ഇനി ഇത് നമ്മൾ ആദ്യം കുറച്ച് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ പൊടി എല്ലാം കൂടി നല്ലതുപോലെ ഇതിലോട്ട് ഒന്ന് മിക്സാക്കി കൊടുക്കാം. ഇതെല്ലാം കൂടി നല്ലതുപോലെ മിക്സായി വരുന്നുണ്ട് കേട്ടോ. അപ്പം നമുക്ക് ഇളക്കുമ്പോൾ നമുക്ക് തോന്നും എല്ലാം കൂടിയൊക്കെ ഒട്ടിപ്പോയല്ലോ, എല്ലാം ഒരുമിച്ച് ചേർന്നല്ലോ എന്നൊക്കെ തോന്നും. പക്ഷേ അങ്ങനെയൊന്നുമില്ല. ഇതെല്ലാം ഓരോന്നോരോന്നായിട്ട് തന്നെ നമ്മുടെ കയ്യിൽ വിട്ട് വരും കേട്ടോ. ആ രീതിക്ക് തന്നെ നമുക്ക് കിട്ടും. അപ്പോൾ നമ്മൾ അങ്ങനെ ഒന്നുകൊണ്ടും പേടിക്കേണ്ട. അതെ, ആ പൊടി രണ്ടാമതും നമ്മൾ കുറച്ചുകൂടി ഒന്ന് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇപ്പം നമ്മളെ പൊടി രണ്ടാമത് നമ്മൾ പൊടി ഇട്ട് ഇളക്കി കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ആ വരട്ടിയത് എല്ലാം കണ്ടോ, ഒറ്റപ്പെട്ട് വരുന്നുണ്ട്. അപ്പോൾ എല്ലാം നമുക്ക് ഇതേപോലെ കിട്ടും. അപ്പോൾ നമ്മുടെ വരട്ടിയ സ്പെഷ്യൽ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ കമൻറ്റ് ചെയ്യാനും ഒന്നും മടി കാണിക്കരുത്. അപ്പോൾ നമ്മുടെ വരട്ടി സെറ്റായി കഴിഞ്ഞു. അപ്പോൾ ഓണത്തിന് വരട്ടിയും ചിപ്സും ഒന്നും ഇല്ലാതെ എന്ത് ഓണം അല്ലേ? അതും നമ്മുടെ സ്വന്തം കൈപ്പടയിൽ നമ്മൾ തന്നെ ഉണ്ടാക്കിയാലോ. അപ്പോൾ എല്ലാവർക്കും ഓണാശംസകൾ നേരുന്നു. അപ്പോൾ നമുക്ക് അടുത്തൊരു വീഡിയോയിൽ കാണുന്നത് വരെ എല്ലാവർക്കും ബായ്.